ഇതേ ഇന്നലെ നമ്മൾ ഇന്നത്തേക്ക് ദോശയ്ക്ക് വേണ്ടി ഇന്നലെ വെള്ളത്തിൽ കുതിർക്കാനിട്ടത്. അപ്പോൾ ഇന്നലെ എനിക്ക് അരയ്ക്കാൻ പറ്റിയില്ല, കറണ്ട് ഇല്ലായിരുന്നതുകൊണ്ട്. ഇതിനകത്ത് 1/4 ഗ്ലാസ്, ഈ കറുപ്പ് കാണുന്നില്ലേ, കറുപ്പ് പൊട്ട് പൊട്ട് പോലെ, അത് റാഗിയാണ്. 1/4 ഗ്ലാസ് റാഗി, പിന്നെ 1/4 ഗ്ലാസ് സൂചി ഗോതമ്പ്, നുറുക്ക് ഗോതമ്പ്. ഇത് കണ്ടോ, ഇതൊക്കെ നുറുക്ക് ഗോതമ്പാണ്. നുറുക്ക് ഗോതമ്പ്, പിന്നെ 1 ഗ്ലാസ് പച്ചരി, 1 ഗ്ലാസ് ഉഴുന്ന്. ഇത്ര ഇട്ട് കുതിർത്തെടുത്തതാണ്. അതായത് റാഗിയും സൂചി ഗോതമ്പും കൂടെ 1 ഗ്ലാസ്, പിന്നെ 1 ഗ്ലാസ് പച്ചരി, പിന്നെ 1 ഗ്ലാസ് ഉഴുന്ന്, മൊത്തം 3 ഗ്ലാസ്. അപ്പോൾ ഇന്നലെ അരയ്ക്കാൻ പറ്റാഞ്ഞുകൊണ്ട് ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുമായിരുന്നു. ഇപ്പോഴാണ് എടുത്തത്. ഇന്ന് രാവിലെ എടുത്ത് അരച്ച് 1 മണിക്കൂർ പുളിക്കാൻ വെച്ചിട്ട് നമുക്ക് ദോശ ഇടാം. അരയ്ക്കാൻ കുതിർത്ത് വെച്ചിരുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഈ മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ്, ഈ 1 കപ്പിന് 1 കപ്പ് ചോറും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി അരച്ചെടുക്കാം. അപ്പോൾ ദോശയ്ക്കുള്ള മാവ് കംപ്ലീറ്റ് അരച്ച് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് മൂടി നമുക്ക് 1 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് വേണം ദോശ ഇടാൻ. ദോശയ്ക്ക് പിന്നെ സാമ്പാർ, ഒരു ചെറിയ സാമ്പാർ വയ്ക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് 2 ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു പകുതി പപ്പായ, ഒരു 1/4 ഭാഗം മത്തങ്ങ, 2 വഴുതനങ്ങ, കുറച്ച് ചുമന്നുള്ളി, ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് മസൂർ ദാൽ ചേർത്ത് സാമ്പാർ വയ്ക്കാം. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം 2 വെജിറ്റബിൾസ് എനിക്ക് ഫ്രിഡ്ജിൽ നിന്ന് കിട്ടിയതാണ്. ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും 1 വെണ്ടയ്ക്കായും, അതും കൂടി ഇതിനകത്തോട്ട് ചേർത്തേക്കാം. വെണ്ടയ്ക്ക മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മസൂർ ദാൽ കഴുകി വെച്ചിട്ടുണ്ട്. ഒരു 2 പിടി മസൂർ ദാൽ കാണും, അത് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കാണിക്കാത്ത 2 ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് സാമ്പാർ ജീര. സാമ്പാർ ജീര എല്ലാവർക്കും അറിയാമല്ലോ. ഇതാണ്, ഇത് കണ്ടോ, ഇതാണ് സാമ്പാർ ജീര, വഴുവഴുപ്പുള്ള. അത് ഇച്ചിരി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 തക്കാളി. അപ്പോൾ അരിഞ്ഞ പച്ചക്കറികളും സാമ്പാർ ജീരയും മസൂർ ദാലും തക്കാളി എല്ലാം കൂടെ കൂട്ടി ഞാൻ കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ചെറിയ ഒരു 6 അല്ലി വെളുത്തുള്ളി ഞാൻ ഇട്ട് കൊടുക്കുവാണ്. പിന്നെ പുളിക്ക് ആവശ്യത്തിന് ഒരു ഇച്ചിരി പുളി, ഒരല്പം പുളി അതുകൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് വേകാൻ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഇത് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ ദോശമാവ് സമയം കൊണ്ട് ഫെർമെൻ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ദോശ ചുടാനുള്ള കല്ലടുപ്പത്ത് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇച്ചിരി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ കുപ്പി കാലിയായി. നമ്മളെ മറ്റേ നല്ലെണ്ണ എടുക്കുമ്പോൾ ഇത് അവിടെ ഇരിക്കുമ്പോൾ നല്ലെണ്ണ. അപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിരുന്ന നല്ലെണ്ണ കഴിഞ്ഞ് പുതിയ കുപ്പി പൊട്ടിച്ച് ഞാൻ. ഇപ്പോൾ ഒരു തുള്ളി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കോട്ടൺ തുണി വെച്ച് എല്ലായിടവും ഒന്ന് തൂത്ത് കൊടുക്കാം. ഇനി നല്ലെണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല. ഇനി ഓരോ പ്രാവശ്യം ദോശ ഇടുമ്പോൾ ഈ തുണി വെച്ച് തുടച്ച് കൊടുത്താൽ മാത്രം മതി. ഇത് ചൂടായ കല്ലിലേക്ക് ദോശമാവ് കോരി ഒഴിച്ച് നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഇത് ദോശയുടെ ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ദോശ ആയിട്ടുണ്ട്. അത് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. മാറ്റിയിട്ട് ആ കോട്ടൺ തുണി വെച്ച് തുടച്ചു കൊടുത്തിട്ട് രണ്ടാമതുള്ള ദോശയ്ക്കുള്ള മാവും കോരി ഒഴിച്ച് കൊടുക്കാം.
ഈ രീതിക്ക് നമുക്ക് എല്ലാ ദോശയും ചുട്ടെടുക്കാം. നമ്മുടെ ദോശകളെല്ലാം ചുട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ദോശ ചുട്ടെടുത്ത സമയം കൊണ്ട് സാമ്പാറിൻ്റെ കഷ്ണങ്ങളും എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ താളിച്ചൊഴിക്കാൻ വേണ്ടി ഒരു ചെറിയ ചീനച്ചട്ടി അടുപ്പിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കടുകിട്ട് കൊടുക്കാം. ഇച്ചിരി ഫ്ലെയിം കൂട്ടി വയ്ക്കുക. കടുക് പൊട്ടട്ട. കടുക് പൊട്ടുന്ന സമയത്തിന് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടുമ്പം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു നുള്ളു നല്ല ജീരകം കൂടി ഞാൻ ഇടുന്നുണ്ട്. നല്ല ജീരകവും കടുകും കൂടെ ചേർന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് കറിവേപ്പില ഒരു അകലം പാലിച്ചിട്ട് വേണം കറിവേപ്പില ഇടാൻ. കാരണം ഇതിൽ വെള്ളമയം ഉള്ളതുകൊണ്ട് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. കറിവേപ്പില ഇട്ട് കറിവേപ്പില ഇട്ട പാടെ തന്നെ നമുക്ക് ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ ചൂടിനകത്തോട്ട് തന്നെ നമ്മുടെ സാമ്പാറിന് ആവശ്യമുള്ള പൊടി, സാമ്പാർ പൊടി ഇത് കണ്ട, ഇത് ഹോം മെയ്ഡ് സാമ്പാർ പൗഡറാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ കൊച്ചുമ്മ പ്രിപ്പയർ ചെയ്തതാണ്. ആ സാമ്പാർ പൊടി ആവശ്യത്തിന് തട്ടിക്കൊടുക്കാം. ഒരു നുള്ള്. എനിക്ക് ഈ സാമ്പാറിലും അച്ചാറിലും ഒക്കെ ഇല്ലേ കായത്തിൻ്റെ ഫ്ലേവർ മുമ്പേ നിൽക്കണം. ഇത് ഓൾറെഡി കായപ്പൊടിയെല്ലാം ചേർത്ത് കായമെല്ലാം ചേർത്ത് തയ്യാറാക്കിയ സാമ്പാറാണ്. എങ്കിൽ പോലും ഞാൻ ഒരു നുള്ള് കായം കൂടി ഇതിലോട്ട് ചേർക്കുക. ഇതൊന്ന് ഇളക്കി ഈ ചൂടിലൊന്ന് നമുക്കൊന്ന് മൊരിയിച്ചെടുക്കാം. എന്നിട്ട് ഇത് നമ്മൾ വേവിച്ച കഷ്ണത്തിലോട്ട് ചേർക്കാം. അപ്പം ഞാൻ സാമ്പാറിൻ്റെ കഷ്ണം അടുപ്പിൽ ഒന്നുകൂടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. പക്ഷേ പരിപ്പൊക്കെ നല്ലോണം വെന്തുടഞ്ഞിട്ടുണ്ട്. പപ്പായയും ഒക്കെ ഏകദേശം വെന്തലിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പക്ഷേ കിഴങ്ങും മത്തനും ഒക്കെ കണ്ട നമുക്ക് ചവയ്ക്കാൻ പാകത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ ഈ ചൂടാക്കിയെടുത്ത സാമ്പാർ പൊടിയും താളിച്ച എണ്ണയെല്ലാം കൂടെ ഉള്ള കൂട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. അതിലോട്ടിട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം. ഉപ്പ് ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്തേക്കണേ. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. മിക്സായിട്ടുണ്ട്. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് പാകത്തിന് ഉപ്പൊക്കെ ഉണ്ട്. ഉപ്പും പുളിയൊക്കെ പാകത്തിനുണ്ട്. അപ്പോൾ ഓക്കെ. അതെ, ഞങ്ങൾ ദോശ കഴിക്കാൻ തുടങ്ങുവാണ്. നല്ല സാമ്പാർ, മസൂർ ദാൽ ചേർത്ത സാമ്പാർ. ഓക്കെ, താങ്ക് യു.